എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്നെപ്പോലൊരു പണക്കാരി കുട്ടിക്ക് എന്നെ എങ്ങനെയാ സ്നേഹിക്കാൻ പറ്റുമെന്ന്. പിന്നെ ഞാൻ വീടിൻ്റെ പുറത്ത് തന്നെ ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ കുറേ നേരം നിന്നാൽ പനി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുള്ളൂ. നീ ഒന്ന് പുറത്തോട്ട് വരുമോ പ്ലീസ്? സോറി. ആരായിരിക്കും ആ പെണ്ണ്? കൃഷിന്റെയും ശാലിനിയുടെയും കല്യാണം മുടക്കുന്നത് മൂലം അവക്കെന്താണ് ലാഭം? ഒരു നമ്പർ അയക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നീ അത് ട്രേസ് ചെയ്ത് തരണം, മനസ്സിലായോ? അവൾ ആരാണെന്ന് കണ്ടുപിടിക്കും. കരം പട്ടേലിനെ വരട്ടാനുള്ള ധൈര്യം ആർക്കാണെന്ന് അറിയണം എനിക്ക്. സർ, സാറ് തന്ന നമ്പർ ഞങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. അതേത് മേഘന ബക്ഷിയുടെ എന്നാ പറഞ്ഞു. മേഘന ബക്ഷി അല്ലേ? ഞാൻ സംശയിച്ചത് വളരെ ശരിയാണ്. ആ പെണ്ണിനെ എൻ്റെ കൊച്ചുമോ കൃഷിനെ കെട്ടണമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, മേഘന ബക്ഷിയുമായിട്ട് എൻ്റെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്യ്. ഓക്കെ സർ. നായക് സാറാണ് വിളിച്ചതെന്ന് കരുതി. മോനായാലും അച്ഛനായാലും നിനക്ക് എന്താ വ്യത്യാസമുള്ളത്? ഞാനാണ് നിന്നെ വിളിപ്പിച്ചത്. നിങ്ങൾക്കെന്താ എന്നോട് സംസാരിക്കാൻ? നിനക്ക് പേടിയുണ്ടോ? കരം പാട്ടീലിനെ തന്നെ വരട്ടിയവളല്ലേ നീ. നിനക്ക് പേടിയുണ്ടോ? പേടിക്കേണ്ട ആവശ്യമൊക്കെ നിങ്ങൾക്കാണ് മിസ്റ്റർ പാട്ടീൽ. കാരണം ആ വീഡിയോ ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട്. ഞാൻ വിചാരിച്ച ഇപ്പൊ തന്നെ ഇത് കൃഷ്ണന് അയച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ നാടകം അവസാനിപ്പിക്കാം. പഴയ ആൾക്കാർ പറയുമായിരുന്നു, എന്ത് നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പായി മൂത്തവരുടെ അനുഗ്രഹം വാങ്ങുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത് അയക്കുന്നതിന് മുമ്പായിട്ട് നിനക്ക് അച്ഛനുമായിട്ടൊന്ന് സംസാരിച്ചൂടെ? ഇനിയും അപ്പൊ നീ ആ വീഡിയോ സെൻഡ് ചെയ്തില്ലേ? എവിടെ എന്റെ പപ്പ? റിലാക്സ്. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആരാണോ ഇപ്പൊ നിന്റെ മുന്നിൽ ഇരിക്കുന്നത് അത് നിന്റെ തന്തയുടെയും തന്തയാണെന്ന്. നിങ്ങൾ എന്നെ എന്താ ചെയ്യാൻ പോകുന്നേ? എന്നെ വിട്, എന്നെ കൊല്ലല്ലേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ എൻ്റെ കൊച്ചുമോൻ കൃഷിന് വേണ്ടി എന്തു ചെയ്യും. നിനക്ക് ഇനിയും നിന്റെ അച്ഛനെ കാണണമെന്ന ആഗ്രഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ശാലിനിയുടെയും കൃഷിന്റെയും കല്യാണം ഇനി മുതൽ തടയാൻ നോക്കരുത്. ഐ ആം സോറി. പ്ലീസ് എന്റെ പപ്പയൊന്നും ചെയ്യരുത്. പ്ലീസ്. ഒരു കണ്ടീഷൻ. ഇനി മുതൽ നീ കൃഷിന്റെ മുഖം പോലും കാണാൻ പാടില്ല. എനിക്ക് കൃഷ്ണനോട് സ്നേഹമാണ്. അപ്പൊ നിന്റെ അച്ഛനോ? ഏയ്, അദ്ദേഹത്തെ വിട്ടേക്ക്. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചത്. അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം വളരെ നന്നായിരുന്നു. എനിക്ക് ശീതളമ്മയെ ഓർമ്മ വന്നു. ഈ ശീതളമ്മ ആരാ മോനെ? ശീതളമ്മ ആരാന്ന് പറഞ്ഞു എന്നെ വഴിയിൽ നിന്നെടുത്ത് വളർത്തിയത് അവരാണ്. എനിക്ക് താമസിക്കാൻ ഒരിടം തന്നു, ഒരമ്മയുടെ സ്നേഹം തന്നു. അവരാ എന്നെ വളർത്തിയത്. എൻ്റെ ഒരു ഗതികേട്. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു ചെന്നപ്പോൾ ശീതളമ്മയെ വീട്ടിൽ കണ്ടില്ല. അവരെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു, ഒരു വിവരമില്ല. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു നോക്കി. അവർ പറഞ്ഞത് അമ്മയെ പോലീസ് കൊണ്ടുപോയെന്നാ. അങ്ങനെ ആ രാത്രി ഞാൻ വീണ്ടും അനാഥനായി. അപ്പം എനിക്ക് തോന്നിയത് ജീവിതകാലം മൊത്തം ഞാൻ ഒറ്റയ്ക്കായിരിക്കുമെന്ന്. ഒരുപക്ഷെ ഞാനെന്തോ നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവും.
അതുകൊണ്ടാണ് നിങ്ങളെപ്പോലൊരു കുടുംബം എനിക്കുണ്ടായത്. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ. നിന്റെ കല്യാണത്തിന് ഞാൻ എന്തായാലും വരും. എന്നിട്ട് ഡാൻസ് കളിക്കാൻ. കല്യാണം ആയതോടെ നീ ഞങ്ങളെ മറന്നോ? ക്രിഷ്, എന്റെ കൂടെ വാ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ്? ആ, വാ പോവാം. ഇത് നമ്മൾ എവിടെയായി വന്നത്? ശീതളമ്മ, ശാലിനി, നിനക്ക് എങ്ങനെ അറിയാം അമ്മ ഇവിടെ ഉള്ളതെന്ന്? എന്റെ മകനെ ഇത്ര നാളും സംരക്ഷിച്ചത് നിങ്ങളാണ്. ഞാൻ എന്നും നിങ്ങളെ നന്ദിയോടെ ഓർക്കും. നിനക്ക് ഇത്രയും വർഷം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. സാഗർ ഓൾഡ് ഏജ് ഹോമില് സഞ്ജയ് നായിക്, അങ്ങേരുടെ ഭാര്യ, പിന്നെ കൂടെ ഒരു പയ്യനും ഉണ്ട്. സൗന്ദര്യമുള്ള ചെക്കന. അപ്പോ സഞ്ജയ് നായക്കിന് അദ്ദേഹത്തിന്റെ മകനെ കിട്ടിയെന്നാ തോന്നുന്നു. ആ, പോയി എല്ലാം തയ്യാറാക്ക്. നമുക്കൊരു കല്യാണത്തിനാണ് പോകേണ്ടത്, അതും പഴയ കടം തീർക്കാൻ. ആ നായക്കിന്റെ കുടുംബമല്ലേ, തീർച്ചയായും ഇത് ആവശ്യം വരും. ഇത് നോക്കങ്കിൾ, നായക് ഇൻഡസ്ട്രിയിൽ പ്രോഫിറ്റ് ഡബിൾ, പിന്നെ നിങ്ങൾക്ക് 40% കിട്ടിയിരിക്കും. ഇതിന് പകരം നീ എനിക്ക് ജസ്റ്റ് നിങ്ങളുടെ മകൾ ആ പയ്യനെ ഉപേക്ഷിച്ചിട്ട് വരണം. ഇന്നൊരു കാരണവശാലും കൃഷ്ണൻ്റെ കല്യാണം നടക്കാൻ പാടില്ല. നമസ്കാരം. ഇതെന്താ പറ്റി? ഞാൻ വിചാരിച്ചു പോലുമില്ല എൻ്റെ സുഹൃത്തിന്റെ കല്യാണം ഇത്ര ഗംഭീരമായിട്ട് നടക്കുമെന്ന്. ഇന്നെന്റെ ഒരേ ഒരു മോന്റെ കല്യാണം. ഒരു കാര്യത്തിന് യാതൊരു കുറവും വരരുത്, കേട്ടല്ലോ? വരൂ. ഏയ്, കൃഷിന് ട്വിൻ ബ്രദർ ഉണ്ടോ? എനിക്ക് അങ്ങനത്തെ കല്യാണം കൂടാനാ ഇഷ്ടം. നീ എന്താ ഇവിടെ? വാ, പറഞ്ഞുതരാം. നീ ഇങ്ങോട്ടേ കൊണ്ടുപോകുന്നേ? ക്രിഷ്, ക്രിഷ്! എന്താ ഇവിടെ പ്രശ്നം?